ഹലോ ഗൈസ്, എന്ത് പെട്ടെന്നല്ലേ വെക്കേഷനൊക്കെ തീരുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും ഇതാ വെക്കേഷനും കഴിഞ്ഞ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെമ്മോ പാഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേപ്പർ എടുത്തിട്ട് ഒരു ബുക്ക് രീതിയിൽ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ള ഇഷ്ടത രീതിയിൽ എഴുതാം. ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്. എന്നിട്ട് അതിന് ഞാനൊരു അവക്കാഡ് തീമാണ് കൊടുക്കുന്നത് ആ ബുക്കിന്. അപ്പോൾ നമ്മൾ കളർ ചെയ്തിട്ട് ഞാൻ 2-3 കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവക്കാഡ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ചെയ്യണം കേട്ടോ. ഈ ഒരു പാറ്റേണാണ് ഞാൻ എല്ലായിടത്തും ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് മെമ്മോ പാഡിൽ വെക്കാനായിട്ട് വേറൊരു ബുക്കും കൂടി വേണം. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ കട്ട് ചെയ്തിട്ട് വീട്ടിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അവിടെ ഗമ്മ് തേക്കണം മേലെ ഭാഗത്തായിട്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്ന് ഉണക്കാൻ വെച്ചാൽ മതി, പെട്ടെന്ന് ഉണക്കോളും. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇവിടെ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടില്ല, ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല ഒരു ഷീറ്റ് വേണം. അതാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. വല്ല കട്ടിയുള്ള വല്ല പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ അതിലെന്തിലും വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കല്യാണക്കത്താണ്. അത് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് നല്ലൊരു പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ചെയ്യണതിൽ ഇഷ്ടമുള്ള വീഡിയോ ഇട്ടാന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടണം എന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ആ 2 ബുക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നും കൂടി അതിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ ഒരു പിങ്ക് പേപ്പർ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ വരക്കുന്നത്. എല്ലാത്തിലും ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റ്. അതിൻ്റെ അതിലേക്കാണ് നമ്മളിതൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എഴുതിയിട്ട് ഇങ്ങനെ പറിച്ച് വെക്കാമല്ലോ രീതിയിൽ. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബുക്കും ഇതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു അവക്കാഡോയുടെ ബുക്കും പിന്നെ വൈറ്റ് ബുക്കും വെക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ മെമ്മോ പാഡ് എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഷീറ്റിൽ ഒട്ടിച്ച് വെക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി തന്നെ ഒരു കവായി സ്റ്റിക്കർ അതും ഒട്ടിച്ച് വെക്കുന്ന സൈഡിൽ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മെമ്മോ പാഡ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ആക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.